ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു ചെറിയ യാത്രയിലാണ്. വഡോദരയിൽ നിന്നും രാവിലെ 6 മണിക്ക് കയറിയതാണ് സൂറത്തിലേക്ക്. പിന്നെ സൂറത്ത് എത്തുന്നു. സൂറത്തിന് ഏറ്റവും മുന്നേ ഉള്ള കിം എന്ന് പറയുന്ന സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ഒരു 20 കിലോമീറ്റർ. അപ്പോൾ ഇന്നത്തെ ദിവസം എ ടൂർ ടു സൂറത്ത് വിത്ത് ഡാഡ്. അച്ഛനകത്തിരിക്കുന്നുണ്ട്. കിം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടു. അഹമ്മദാബാദ് കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഗുജറാത്തിലെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ് സൂറത്ത്. പോവാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണ്. ഖാനാക്കേലി, താപ്തി നദിക്ക് മുകളിലൂടെയാണ് നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വഡോദരയിൽ നിന്ന് സൂറത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്കൊക്കെ പോകണ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് കേരളം പോലെ തന്നെ തോന്നുന്നുണ്ട്. സൂറത്ത് സ്റ്റേഷൻ്റെ ഔട്ടറിൽ എത്തി തുടങ്ങി. നമ്മളിവിടെ വന്നിരിക്കുന്ന ട്രെയിന് എന്നും രാവിലെ വഡോദരയിൽ നിന്നും മഹാരാഷ്ട്രയിലെ പാൽഗാർ ഡിസ്ട്രിക്റ്റിലുള്ള ദഹനൂർ റോഡ് വരെ പോകുന്നതാണ്. നമ്മൾ വൈകുന്നേരം തിരിച്ചു പോകുന്നതും ഇതേ ട്രെയിനിൽ തന്നെയാണ്. സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സും ഫോണും ക്യാമറയൊക്കെ കുറച്ച് സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകണം. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായിട്ട് അലങ്കാർ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും എന്ന് കേട്ടു. എന്നാൽ നമുക്ക് ഓരോ മസാല ദോശ കഴിക്കാം. അങ്ങനെ ഒരു ബട്ടർ മസാല ദോശയും ഒരു മൈസൂർ സ്പെഷ്യൽ മസാല ദോശയും ഓർഡർ ചെയ്തു. ഈ ഷോപ്പിൽ ചായ വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇതാണ് ബട്ടർ മസാല, ഇതിൻ്റെ കൂടെ സൂറത്തിയൻ ചട്നീസ്, അതുപോലെ നമ്മുടെ മൈസൂർ മസാല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കഴിച്ച് നോക്കാം. മസാല ദോശ മാത്രം കഴിച്ചപ്പോൾ വിശപ്പ് മാറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കനത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ വടയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല സ്ട്രോങ് ചായയും കുടിക്കാം. സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇത്രയും അല്ലേ, നല്ലൊരു സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. സോ നല്ല ദോശയും അതുപോലെ വടയൊക്കെ. കന്നഡ സാമ്പാറാണ്. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഫുഡ് അലങ്കാറിൽ കിട്ടി. വെരി നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ സൂറത്തിൻ്റെ തിരക്കുകളിലൂടെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗണപതി ബപ്പയെ കാണാൻ, വഡ ഗണേഷ് ടെമ്പിളിലേക്ക്. സിറ്റി ബസ് നമുക്കറിയില്ലല്ലോ. റോഡിലാകെ ബഹളം തന്നെ. ഈ കാണുന്നതേ അഗർബത്തീസൊക്കെ വിൽക്കുന്ന ഒരു കടയാണേ. നല്ല സുഗന്ധം വരുന്നുണ്ട്. അപ്പം നമ്മൾ പോണത് ഇവിടുത്തെ ഒരു വലിയ ഗണേശ വിഗ്രഹം കാണാൻ വേണ്ടിയിട്ടാണ്. ബഡാ ഗണേഷ്. വലിയ പ്രതീക്ഷിച്ച പോലെ അത്ര തിരക്കുള്ള ഒരു അമ്പലമൊന്നുമല്ല. സോ നല്ല രീതിയിൽ തൊഴുതു. നോർത്തിലേക്കൊക്കെ വരുന്തോറും പിന്നെ പ്രതിഷ്ഠകളുടെ ഫോട്ടോ എടുക്കുന്നതിലോ വീഡിയോ എടുക്കുന്നതിലോ ഒന്നും പ്രശ്നമില്ല. നമ്മൾ വഡോദരയിൽ ബറോഡ ഡയറി ഉള്ള പോലെ സൂറത്തിൽ സുമുൽ ദൂതാണ്. അപ്പോൾ അതിൻ്റെ ലോറി ഇവിടെ പുറത്ത് കിടപ്പുണ്ട്. സൂറത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ സിറ്റിയും കൂടിയാണ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ പ്രിൻറ്റഡ് സാരീസ് ഒരുപാട് സൂറത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഴയ ബിൽഡിങ്ങിൽ നിന്ന് പവർ ലൂമിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ ഒരു അമ്പലത്തിന് ടൈമിങ്സ് ഒരു 10 മണി വരെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അമ്പല ദർശനം കഴിഞ്ഞിട്ട് മറ്റു പരിപാടികളിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. മാത്രമല്ല അമ്പലം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുമല്ലോ. സോ അത് നമ്മുടെ ഈ ട്രിപ്പിന് വളരെയധികം സഹായിക്കും. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോവാവുന്ന ഇടവഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തിൻ്റെ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ്, സൂറത്ത് കാസിൽ.
മുമ്പ് രാജസ്ഥാനിലെ ജയ്സൽമീറിൽ പോയപ്പോഴും ഏതാണ്ട് ഇതേപോലത്തുള്ള റോഡുകളായിരുന്നു കോട്ടയിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ സൂറത്ത് കാസ്റ്റിലെത്തി. ഇവിടെ ഏതാണ്ട് 1.5 മണിക്കൂറോളം നമുക്ക് സമയം ചിലവഴിക്കാം. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ചാർജ്. നമ്മുടെ കയ്യിലുള്ള ആക്ഷൻ ക്യാമറ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം മൊബൈൽ ഫോണിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്താം. 16-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ 1546 വർഷം, ഗുജറാത്ത് സുൽത്താനായിരുന്ന സുൽത്താൻ മഹ്മൂദ് ഷാ മൂന്നാമനാണ് ഈ സൂറത്ത് കാസിൽ പണിതത്. ഈ കോട്ടയുടെ നിർമ്മാണത്തിന് മുൻകൈ എടുത്തത് ടർക്കിഷ് സോൾജറായിരുന്ന ഖുദാവത് ഖാനാണ്. ആ കാലങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തിയിരുന്ന വിദേശീയരിൽ കൂടുതലും പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാരിൽ നിന്നും സൂറത്ത് നഗരത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു സുൽത്താൻ്റെ ഉദ്ദേശം. താപ്തി നദിക്ക് അടുത്തായാണ് ഈ കോട്ടയുള്ളത്. ഞാൻ ആരാന്ന് ഓർക്കില്ല. മുസ്ലിം പിന്നെ റൂളിംഗ് വന്ന സമയത്താണ് ഇത് ഉണ്ടാക്കിയത്, നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. അന്നൊക്കെ മരമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ മച്ചിന്റെ പഴയ തറവാടുകളിലെ വുഡാണ്. പിന്നെ ഇത് കുറച്ച് റീസ്റ്റോറേഷൻ വരുത്തിയത് മറ്റവരാണ്, ഡച്ചുകാര്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ വീണ്ടും റിന്യൂ ചെയ്തു. ഇപ്പൊ സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഇത് സൂറത്ത് സിറ്റിയുടെ മാപ്പ്. SMC ആണ് ഇപ്പൊ ചെയ്യുന്നത്. പഴയ കാലത്തെ മരത്തിൻ്റെ കോണിപ്പടികൾ എൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മരിക്കാശ്ശേരി മനയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഉണ്ട്, ഈ നോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 1, 2, 10. പണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേർന്നല്ലോ ഒരു ഡയറിയിലൊക്കെ. ജപ്പാൻകാരുടെ പല വിദേശ രാജ്യങ്ങളുടെയും പഴയ തരത്തിലുള്ള കോയിൻസും അതുപോലെ തന്നെ കറൻസി നോട്ടുകളുടെയും ഒക്കെ സാമ്പിളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡച്ചുകാരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു അതിഥി മുറി, അതിൻ്റെ ഒരു മോഡലാണ്. അതിൽ തന്നെ ഫ്രൂട്ട്സ് ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഹാളിലായിട്ട് നമുക്കൊരു കട്ടിൽ കാണാൻ സാധിക്കും. ഈ കട്ടിലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പലക വെച്ചിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഹാളിൽ നിന്നിട്ട് നമ്മൾ എന്ത് സംസാരിച്ചാലും നമ്മുടെ ചെവി അടയുന്നുണ്ട്, നന്നായിട്ട് എക്കോ അടിക്കുന്നുണ്ട്. ഇതെന്താണ് ഒരാള് വിവസ്ത്രനായി നിൽക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിൽ നിന്നും ലഭിച്ച ഒരു മാർബിൾ സ്റ്റോണിലാണ് ഈ ഒരു ശില്പം ഉള്ളത്. ഇതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഇവർക്ക് ഒരുപാട് തരത്തിലുള്ള ശില്പങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശേഖരം തന്നെ ഈ ഒരു ഹാളിലുണ്ട്. നമുക്കൊന്ന് മൊത്തത്തിൽ കണ്ടാലോ.
എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ? ഈ ജനലുകളെല്ലാം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, പല കളറുകളിലായിട്ട്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കോടതി മുറിയിലേക്കാണ്. പണ്ട് ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു കോടതി മുറി. ഇന്നത്തെ കാലത്തൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ദാ ഇവിടെയായിട്ടാണ് പ്രതികൾ നിൽക്കുന്നത്. അതിന് നേരെ മുന്നിലായിട്ട് വാദികളുടെ, പിന്നെ ദാ ഇവിടെയായിട്ട് ജഡ്ജ് ഇങ്ങനെ ഇരുന്നിട്ട് ഓർഡർ എന്നൊക്കെ പറയില്ലേ, അതന്നെ. പിന്നെ ഇവിടെയായിട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇരിക്കുന്ന സ്ഥലം, പിന്നെ വക്കീലന്മാരിരിക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെ കാണാം. ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് അതിമനോഹരമായ ഈ കാഴ്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താപ്തി എന്ന് പറയുന്ന നദിയുടെ തീരത്തായിട്ടാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് താപ്തി നദി. അവിടെയായിട്ട് കുറേ പാലങ്ങൾ, നമ്മളിപ്പോൾ ട്രെയിനിൽ വന്നപ്പോഴുള്ള പാലം, അതുപോലെ റോഡിൻ്റെ, അങ്ങനെ 2-3 പാലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. താഴെയായിട്ടൊരു അമ്പലമുണ്ട്. എനിക്ക് ആകെ വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുഴയുടെ തീരത്ത് എത്ര മാലിന്യങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത് നോക്കി നോക്കൂ. ഇതിനൊന്നും ഒരു കുറവുമില്ല ഇവിടെ. നമ്മളിങ്ങനെ പറയാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. ഗുജറാത്ത് സംസ്കാരത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വസ്ത്രധാരണമാണിത്. ഈ കോട്ടയുടെ പ്രവേശനം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. എല്ലാ ഗവൺമെൻറ് ഹോളിഡേയ്സും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചകളിൽ കോട്ടയ്ക്ക് അവധിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 100 രൂപയാണ് എൻട്രി ഫീസ്. സൂറത്തിൽ ചൗക്ക് ബസാറിന് മുന്നിലായിട്ടാണ് ഈ ഒരു കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഐവറി കൊണ്ടുണ്ടാക്കിയ ആനകളാണ്. ഐവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കൊമ്പ് തന്നെ. അപ്പോൾ ഐവറി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മറ്റ് ചില മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ചരിത്രപരമായി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുകയായിരുന്നു രാത്രിയൊക്കെ അത് കണ്ട് പേടിക്കുമല്ലോ എന്ന്. എന്തായാലും രാത്രി ആരെയും ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറ്റില്ല. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സ്റ്റാമ്പ് കളക്ഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ചെറുപ്പത്തിൽ എനിക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഭ്രാന്ത് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉണ്ടായിരുന്ന പോലെ ഇന്ത്യയിലത്തെ മാത്രം സ്റ്റാമ്പ്സ് അല്ല ഇവിടെ. പല രാജ്യങ്ങളിലായിട്ടുള്ള സ്റ്റാമ്പ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അമീർ ഖാൻ നായകനായ ലഗാനും രാജമൗലിയുടെ ഡയറക്ഷനിൽ NTRഉം രാംചരണും അഭിനയിച്ച RRR ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലം കൂടിയാണ് സൂറത്ത് കാസിൽ. പലതരത്തിലുള്ള പൂട്ടുകളും അതിൻ്റേതായിട്ടുള്ള താക്കോലുകളും കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ ആ ഒരു കൊച്ചുകുട്ടി ഉണർന്നു. അതിൻ്റേതായിട്ടുള്ള ഒരു കൗതുകം തോന്നി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പണ്ട് ഇവിടം ഭരിച്ചിരുന്ന സുൽത്താൻ മുറുക്കാനിട്ടിട്ട് ചവച്ച് തുപ്പിയിരുന്ന കോളാമ്പിയാണെന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും 1.5 മണിക്കൂറോളം ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. സൂറത്തിലെ കാഴ്ചകളെല്ലാം തന്നെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ സൂറത്ത് കോട്ടയ്ക്കകത്ത് ഇത്രയധികം കാഴ്ചകൾ ഉണ്ടാവുമ്പോൾ എന്തായാലും നമുക്ക് 2 വീഡിയോ വേണ്ടി വരും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. 100 രൂപയ്ക്ക് ഒരുപാട്, അത്യാവശ്യം 1.5 മണിക്കൂറോളം ഈ ഒരു കോട്ട മൊത്തം ചുറ്റി കണ്ടു. ക്വൈറ്റ് ഗുഡ്. അവർ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കോട്ടയുടെ മുമ്പിൽ എത്ര ജ്യൂസ് കട ഉണ്ടാവും, എത്ര ബേക്കറി ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. 2 പഴയ ബിൽഡിങ്ങുകൾ മാത്രമുണ്ട്. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. സാരമില്ല, നമുക്ക് വേറൊരു സ്ഥലം വരെ പോവാം. കുറച്ച് ദൂരമുണ്ട്. അത് മറ്റൊരു ലോകം തന്നെയാണ് കേട്ടോ.
നമ്മൾ സൂറത്തിലൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പ്ലേസാണേ. അത് ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ.